സ്വയം നന്നാക്കുക എന്നതൊരു സ്വയം പരിചരണമാണ്. നമ്മൾ ആ പരിചരണത്തിലേക്ക് നമ്മളെ സ്വയം നന്നാക്കിക്കൊണ്ട് വരണം എന്നുള്ള ആ ചിന്ത വരണമെങ്കിൽ നമുക്ക് സെൽഫ് ലവ് ഉണ്ടായിരിക്കണം. നമ്മളോട് ഇഷ്ടമുണ്ടെങ്കിൽ തന്നെയല്ലേ നമ്മൾ നമ്മളെ നന്നാക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ നമ്മൾ തുടങ്ങുകയുള്ളൂ. മറ്റുള്ളവരൊക്കെ നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ട് പല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒപ്പീനിയനും എല്ലാം വരുന്നുണ്ടാവും. പക്ഷേ നമ്മളുടെ ഉള്ളിൽ നമുക്ക് തോന്നണം നന്നാവണം എന്നുള്ളത്. അത് നമ്മളോടുള്ളൊരു ഇഷ്ടം വരുമ്പോൾ, നമുക്ക് നമ്മളോട് ഇഷ്ടം വരുമ്പോൾ മാത്രം തന്നെയാണ് നമ്മൾ നമ്മളെ നന്നാക്കാൻ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ അതൊരു പരിചരണമായി എടുത്താൽ മതി, നമ്മളെ പരിചരിക്കുക. അത് നമ്മളോട് ഇഷ്ടമുണ്ടെങ്കിലല്ലേ നമ്മൾ നമ്മെ പരിചരിക്കുള്ളൂ. അത് ഏത് രീതിയിലും ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും നമ്മളെ പരിചരണം കൂടുമ്പോൾ തന്നെയാണ് നമ്മൾ നന്നാവുകയുള്ളൂ. അതുപോലെയാണ് നിങ്ങൾ സ്വയം ഒഴിവാക്കാത്തപ്പോഴാണ് കാര്യങ്ങൾ സുഗമമായി നടക്കുന്നത്. നിങ്ങൾ എല്ലാ കാര്യത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക, അതായത് സെൽഫ് ബിലീവ് ഇല്ല, അതായത് നമ്മളിൽ തന്നെ ഒരു വിശ്വാസമില്ലാത്ത വരുമ്പോഴാണ്, നമുക്ക് കഴിയില്ല എന്നുള്ളൊരു വിശ്വാസം വരുന്നതുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത്. പക്ഷേ നമ്മൾ സ്വയം ഒഴിവാക്കാത്തപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ സുഗമമായി നടപ്പിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ ഇറങ്ങുക. പഴയ വഴികൾ ഒരിക്കലും പുതിയ വാതിലുകൾ തുറക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തകളോ നിങ്ങളുടെ പ്രവൃത്തികളോ അല്ലെങ്കിൽ നിങ്ങളുടെ വികാരങ്ങളോ നിങ്ങളുടെ സാഹചര്യം സർക്കംസ്റ്റൻസ് എന്തെങ്കിലുമൊക്കെ ഒന്നിൽ നിങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവന്നെങ്കിൽ തന്നെയാണ് നിങ്ങൾക്ക് പുതിയ വാതിലുകൾ നിങ്ങളുടെ മുന്നിൽ തുറക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ പഴയ ചിന്താഗതി, പഴയ വഴികൾ, പഴയ ഏത് രീതിയിലാണോ പോയത് അതേ കൂടെ തന്നെ പോയിക്കൊണ്ടിരുന്ന ഒരിക്കലും നമുക്ക് നല്ലൊരു നേട്ടത്തിലേക്ക് എത്താൻ പറ്റില്ല. നമ്മൾ സ്വയം മാറണം, അല്ലെങ്കിൽ നമ്മളുടെ വഴി നമ്മൾ മാറി സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്നുള്ളൂ. അതിനുള്ള ഒരു കോൺഫിഡൻസും ധൈര്യവും കാണിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും. അതുപോലെ നിങ്ങളുടെ സത്യത്തിൽ നിങ്ങൾ ജീവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സമാധാനം കിട്ടുന്നില്ല. നമുക്ക് നമ്മളോട് തന്നെ നമ്മൾ സത്യസന്ധത പുലർത്തുന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് സമാധാനത്തിൽ ജീവിക്കാൻ കഴിയുക? പിന്നെ നമ്മൾക്ക് എപ്പോഴും അറിയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മളെക്കുറിച്ചൊരു അറിവുണ്ടായിരിക്കണം. നമ്മളെന്താണ്, നമ്മളുടെ കഴിവുകൾ എന്താണ്, നമ്മളുടെ കഴിവുകേടുകൾ എന്താണ്, നമുക്ക് എന്താണ് വേണ്ടത്, എന്താ വേണ്ടാത്തത്, നമുക്ക് ജയിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിലെ നമ്മളിലേക്ക് നോക്കാൻ ശ്രമിക്കണം. നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുന്നത്, മറ്റുള്ളവരിലേക്കാണ് നോക്കുന്നത്. മറ്റുള്ളവരുടെ കഴിവുകൾ, കുറവുകൾ അതൊക്കെ നോക്കിയിട്ട് നമ്മളുടെ ഉള്ളിലുള്ള കുറവുകളെ അല്ലെങ്കിൽ നമുക്ക് കഴിവില്ല എന്നൊരു തോന്നലിലേക്ക് വരികയാണ്. അത് വേണ്ട. അത് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ അറിയുക, നിങ്ങളോടൊരു സത്യസന്ധത പുലർത്തുക, എന്നിട്ട് ജീവിതത്തെ നേരിടുക. നിങ്ങളുടെ ഉള്ളിൽ സമാധാനം കണ്ടെത്തി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ടൊരു സമാധാനപരമായ ജീവിതം നയിക്കാൻ കഴിയുന്നൊരു വ്യക്തിയാവാൻ കഴിയുള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ സമാധാനം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ടൊരു സമാധാനത്തോടെ പെരുമാറാൻ കഴിയുക? നമ്മുടെ ഉള്ളിൽ നമ്മൾ സമാധാനം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരുമായിട്ടും അതേപോലെ സമാധാനത്തിൽ പെരുമാറാൻ കഴിയുന്നൊരു വ്യക്തിയാവാൻ കഴിയും. അതുപോലെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഭാഗം ഇനി അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് നമ്മുടെ ലൈഫ് ഒരു പകുതി കഴിയുമ്പോൾ ഇനി എനിക്കൊന്നും ചെയ്യാല്ല, എനിക്കൊന്നും കഴിയില്ല, അല്ലെങ്കിൽ എൻ്റെ സമയം കഴിഞ്ഞു എന്നുള്ള ചിന്താഗതിയാണ്. ഒന്നിനും നേരം വൈകിയിട്ടില്ല, ഒന്നും നേരത്തെ അല്ല. എന്ത് കാര്യങ്ങളും നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ നമുക്കത് അന്ന് മുതൽ ആ തീരുമാനത്തിലൂടെ നമുക്ക് പ്രവർത്തിച്ച് തുടങ്ങാം. അതിനൊരു സമയമൊന്നുമില്ല. നമ്മുടെ മുന്നിൽ ജീവിതം അങ്ങനെ കിടക്കുകയാണ്. എത്ര ദൂരം ഉണ്ടെന്നറിയില്ല, പക്ഷേ ഉള്ള സമയത്ത് നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു അവസരമുണ്ട്. അതിനൊരിക്കലൊരു പ്രായമോ അല്ലെങ്കിൽ നമ്മളുടെ സാഹചര്യങ്ങളൊന്നും അതിനൊരു തടസ്സമാകുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. എല്ലാവരും ഇനി എനിക്ക് എന്താ ചെയ്യുക, ഇനിയൊക്കെ കഴിഞ്ഞ് ആ കാലമൊക്കെ കഴിഞ്ഞു എന്നുള്ളൊരു ചിന്താഗതിയാണ്. അത് മാറ്റണം. എന്ത് ചെയ്യണമെങ്കിലും ഒന്നിനും ഒരു കാലഘട്ടം ഒരിക്കലും അതൊരു തടസ്സമല്ല. നമുക്ക് എന്ത് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നു, അപ്പം മുതൽ നമുക്ക് പ്രവർത്തിച്ച് തുടങ്ങാം. അതിനുള്ളൊരു ധൈര്യം കാണിച്ചാൽ മതി. ചിലവർ പറയും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇനിയിപ്പോൾ എന്നെ മാറ്റാനൊന്നും കഴിയില്ല എന്നുള്ളത്. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. നമ്മളെന്താ ചെയ്യേണ്ടത്? പ്രവർത്തിക്കാൻ തയ്യാറാവുക. എന്ത് കാര്യവും നമ്മൾ പറയുന്നുണ്ടാവും, സ്വപ്നം കാണുന്നുണ്ടാവും, ഒക്കെ ചെയ്യുന്നുണ്ടാവും, തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന വരെ ഉണ്ടാവും. പക്ഷെ നമ്മൾ നടപ്പിലാക്കില്ല. പ്രവർത്തിക്കാൻ തയ്യാറല്ലാത്തതാണ് ഇന്നത്തെ പ്രശ്നം. ആരും അധ്വാനിക്കാൻ തയ്യാറില്ല എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ പ്രവൃത്തിയിലൂടെ മാത്രം തന്നെയാണ് നമുക്കത് കൊണ്ടുവന്നിട്ട് വിജയിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു
സ്വീകാര്യതയിൽ നമ്മൾ ജീവിച്ച് നമ്മളുടെ മാറ്റം നമ്മൾ തന്നെ വരുത്തി നമ്മുടെ ജീവിതം വിജയിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ മറ്റുള്ളവരുടെ ജീവിതം നോക്കിയിട്ട് നിരാശപ്പെടാനോ അസൂയപ്പെടാനോ ഒന്നും ചെയ്യരുത്. നമ്മളെക്കൊണ്ട് കഴിയും നമ്മുടെ ലൈഫ് മാറ്റാൻ. അങ്ങനൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഒക്കെ എല്ലാ കാര്യങ്ങളും മാറ്റാൻ കഴിയും. ഈ ലോകത്ത് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇന്നുണ്ട്. ഇന്നത്തെ ടെക്നോളജിയും ഇന്നത്തെ ആളുകൾക്കും അത്രയധികം കോൺഫിഡൻസും അറിവും ഒക്കെ ഉള്ള ആൾക്കാരാണ് ഇന്ന്. അപ്പോൾ എല്ലാവർക്കും കഴിയുന്നൊരു സംഭവമാണ് അതൊക്കെ. സ്വയം അക്സെപ്റ്റ് ചെയ്തിട്ട് ലൈഫിനെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം.